ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായനഭാഗം സദൃശവാക്യങ്ങൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മഹത് വചനങ്ങളുടെയും സാരോപദേശങ്ങളുടെയും രീതിയിലുള്ള ധാർമ്മികവും മതപരവുമായ പഠിപ്പിക്കലുകളുടെ ഒരു സമാഹാരമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. സദൃശവാക്യങ്ങൾ പ്രധാനമായും ശലോമോൻ രാജാവ് എഴുതിയതായ ജ്ഞാനഗ്രന്ഥമാണ്. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് തൻ്റെ മാതാവ് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് എന്ന് കാണുന്നു. 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കത് കാണാം. എന്നാൽ ജീവിതം എപ്രകാരം ദൈവഹിതപ്രകാരം നയിക്കാമെന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഇന്നത്തെ തലമുറയ്ക്ക് അറിവ് ധാരാളമുണ്ട്, അതിനുള്ള സ്രോതസ്സും സുലഭമാണ്. എന്നാൽ ദൈവിക പരിജ്ഞാനം കുറവുമാണ്. ഈ ഭാഗത്ത് നിന്നും ആർക്കാണ് ദൈവഭയത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ജ്ഞാനത്തിൻ്റെ വിളി കേൾക്കുന്നവർക്ക്. 1-ാം അധ്യായത്തിൽ നമുക്കതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ജ്ഞാനം എല്ലാവരെയും വിളിക്കുന്നതായിട്ട് കാണാം. 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ ദുഷ്ടന്മാരുടെ പ്രലോഭനത്തിൽ വീണുപോകരുത്. 10-ാം വാക്യത്തിൽ പറയുന്നു, മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ട് പോകരുത് എന്ന്. ശരിയായ ജ്ഞാനത്തെ അഥവാ ദൈവിക ജ്ഞാനത്തെ നിരസിക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതിനാൽ നാം സൂക്ഷ്മതയോടെ ജീവിക്കുക. തെറ്റായ കൂട്ടുകെട്ടുകൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ദോഷകരമായ സ്വാധീനം, ഇവയിൽ നാം ജാഗ്രത പാലിക്കുക. ഇവയിൽ നാം അടിമപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിന് നാം കാതോർക്കുക. നാം നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ജ്ഞാനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്. ഇത് മനസ്സിലാക്കുവാൻ 2-ാം അധ്യായം നമ്മെ സഹായിക്കുന്നു. വെള്ളിയെപ്പോലെ ജ്ഞാനത്തെ അന്വേഷിക്കുവാനായിട്ട് അവിടെ പറയുന്നു. അത് നമുക്ക് 4-ാം വാക്യത്തിൽ കാണാം. അതിന് വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കും, ദൈവ പരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും എന്ന് അവിടെ പറയുന്നു. ഈ ദൈവപരിജ്ഞാനം നമ്മെ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ലഭിക്കും എന്ന് അവിടെ പറയുന്നു. അവരെ വകതിരിവ് കാക്കുകയും വിവേകം സൂക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. ദൈവം നേരുള്ളവർക്കായിട്ട് ഇവ സൂക്ഷിച്ച് വച്ചിരിക്കുന്നു. അതാണ് ജ്ഞാനം. ഈ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ദിവസവും തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവഭയത്തോടെ ജീവിക്കുവാൻ നാം തയ്യാറാണോ? അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ജ്ഞാനം നിറയ്ക്കണമേ. പ്രിയ കർത്താവേ, അവിടുത്തെ വിളി കേൾക്കുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ദൈവഭയത്തിൽ തന്നെ തുടർന്നും ജീവിപ്പാനും ഓരോ ദിവസവും ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.